അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. റാക്കറ്റിന് വേണ്ടി വ്യാജരേഖ ചമച്ച മായയാണ് കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ നിന്നും മായ പണം കൈപ്പറ്റിയെന്ന് വ്യക്തമായിട്ടുണ്ട്. ആർഗൺ റാക്കറ്റ് അത് ഇതേപോലെ ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. 4 ജില്ലകളിലുള്ള കേസുകളാണ്. അതിൽ നമുക്ക് എന്നുള്ള ഒരാളും കൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റി. എന്താ പറയാം, കൺസെൻഷ്വൽ ആണ്. അഗൈൻ സെയിം അവർക്കൊരു പെർസെൻറ്റേജ് ഓഫ് അമൗണ്ട് അവർ കിട്ടി. അത് കിട്ടിയതനുസരിച്ചിട്ട് കുറേ ഫഡ്ജിങ് ചെയ്തിട്ടുണ്ട് അവരുടെ റെക്കോർഡിൽ. അല്ലെങ്കിൽ അത് നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ 2 രീതിയിലാണ് ആർഗൺ ട്രാൻസ്ഫർ ആ റാക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ഫോർ മണി വിച്ച് ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ട്രേഡ്. ഓക്കെ, ഇറ്റ് ഈസ് വാളണ്ടറി ആണ്. ആ സിസ്റ്റം ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അറിഞ്ഞത് അത് നമുക്ക് ഡീപ്പായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരാളെന്ന് പറയരുത്. ഇതിലൂടെ എന്താ പറയാം, അവർ ഇപ്പം അക്യൂസ്ഡ് ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കുറേ ഫഡ്ജിങ് നടന്നിട്ടുണ്ട്. അതിനുடைய റൂൾസ് ആർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, ആർക്ക് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ട്. അതനുസരിച്ചിട്ട് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ കുറേ റെക്കോർഡ്സ് ഫഡ്ജിങ് ചെയ്തിട്ടുണ്ട്, അഫിഡവിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് മുൻകൂട്ടി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, ഈ മായയ്ക്ക് ഈ അവയവ കടത്തുമായി എന്താണ് ബന്ധം? ഈ വ്യാജരേഖ ചമച്ചതിനപ്പുറം ഈ റാക്കറ്റിലെ പ്രധാന കണ്ണിയാണോ? ടോം, നേരത്തെ തന്നെ ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട മുഹമ്മദ് നജീബ് എന്നൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളാണ് ഈ ഇത്തരത്തിലുള്ള വ്യാജരേഖകൾ ചമയ്ക്കുന്നത്, ഈ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതൊക്കെ നജീബാണെന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അന്ന് തന്നെ പോലീസ് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരുന്നൊരു കാര്യം, ഈ നജീബിന് മറ്റു പല കേന്ദ്രങ്ങളിലും ഏജന്റുമാരുണ്ട്. അത് കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലടക്കം, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലടക്കം വിവിധ ഏജന്റുമാരുണ്ട്. അവരിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു, നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഈ ഒരു കോട്ടയം സ്വദേശിയായിട്ടുള്ള മായ എന്ന യുവതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മായയും ഇത്തരത്തിൽ വ്യാജരേഖ ചമയ്ക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ അവയവം സ്വീകരിക്കാനെത്തുന്ന ആളുടെ ബന്ധു എന്ന പേരിലാണ് മായ അവരെ സമീപിക്കുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് വ്യാജരേഖകൾ ചമയ്ക്കാനൊക്കെ മുന്നിട്ടിറങ്ങുന്നത് ഈ അവയവം സ്വീകരിക്കുന്ന ആളുടെ അടുത്ത ബന്ധു എന്ന പേരിലാണ്. അത്തരത്തിലുള്ളൊരു തട്ടിപ്പാണ് മായ നടത്തുന്നതെന്നാണ് അന്വേഷണ സംഘം